അവിടെ നിന്നവരെല്ലാവരും കൂടി പറയും വണ്ടി എടുക്കല്ലേ ആൾ അടിയിലുണ്ട്. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കഴിഞ്ഞ തിരുവോണ നാളിൽ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിച്ച ഒരു സംഭവമാണ് കൊല്ലം മൈനാഗപ്പള്ളിക്കടുത്തുള്ള ആനൂർക്കാവിലുണ്ടായത്. ഒരു വീട്ടമ്മയെ, സ്കൂട്ടർ യാത്രക്കാരിയായ വീട്ടമ്മയെ കാറ് കൊണ്ടിടിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം. എൻ്റെ തൊട്ടുപിറകിൽ കാണുന്ന ഈ ഗോപകുലം സ്റ്റോഴ്സിൽ നിന്നും സാധനം വാങ്ങി ഓപ്പോസിറ്റ് പാർക്ക് ചെയ്യുന്ന വണ്ടിയിലേക്ക് കയറിയതിനു ശേഷം മുന്നോട്ട് എടുക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് ദിശയിൽ വന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ വീട്ടമ്മ കാറിന് അടിയിലേക്ക് പോയ ഒരു സംഭവം ഉണ്ടായി. ഈ പ്രദേശത്തുള്ള നാട്ടുകാരും കടക്കാരും ഒക്കെ അലറി വിളിച്ചുകൊണ്ട് കാറ് മുന്നോട്ട് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആ കാറിലുണ്ടായിരുന്ന അജ്മലും ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറഞ്ഞ ആളുകൾ കാറ് മുന്നോട്ടെടുത്ത് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ ആ വീട്ടമ്മയുടെ മുകളിലൂടെ കാറ് കയറി വളരെ ദാരുണമായ ഒരു അന്ത്യമാണ് സംഭവിച്ചത്. ഏകദേശം 6 കിലോമീറ്ററിൽ ഓടി മറ്റൊരു വീട്ടിൽ കയറി അവർ അഭയം പ്രാപിച്ചു എന്നുള്ള വാർത്തകൾ പിന്നീട് വന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട പോലീസ് ശക്തമായ രീതിയിലുള്ള അന്വേഷണം നടത്തി വരുന്ന അവസരത്തിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തി വരികയാണ്. നടത്തി വരുന്ന ആ സന്ദർഭത്തിലാണ് ശ്രീകുട്ടിയുടെയും അതുപോലെ തന്നെ പ്രതിയായ അജ്മലിൻ്റെയും മൊഴികളിൽ വലിയ വൈരുദ്ധ്യം കാണുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് ആളുകൾ വിളിച്ചു കൊണ്ട് എടുക്കണമെന്ന് പറയുമ്പോൾ ആ വാഹനത്തിനകത്തു നിന്നും ഡോക്ടർ ശ്രീകുട്ടി അടക്കമുള്ള ശ്രീകുട്ടി അജ്മലിന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് അജ്മൽ വണ്ടി മുന്നോട്ട് എടുത്തേ എന്ന് അജ്മൽ പോലീസിനോട് മൊഴി കൊടുക്കുന്നുണ്ടായി. പക്ഷേ ആ മൊഴിക്ക് കടകുവിരുദ്ധമായി തന്നെയാണ് ശ്രീകുട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൊഴി കൊടുത്തിരിക്കുന്നത്. അവർ പറയുന്നത് ഞാൻ അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്ന്. അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്ന സാഹചര്യത്തിൽ പോലീസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടത്തുകയാണ്. ഉത്രാട നാളിൽ ഈ ശ്രീകുട്ടിയും അജ്മലും തമ്മിൽ ഹോട്ടലിൽ താമസിച്ച CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട പോലീസ് മുന്നോട്ട് പോകുന്നത്. ഈ ശ്രീകുട്ടി ഇവിടെ തൊട്ടടുത്തുള്ള വലിയത്ത് ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ ആ ഹോസ്പിറ്റലിൽ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെയും ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെയും പ്രതികരണങ്ങൾ നമുക്ക് ആരാഞ്ഞതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അന്ന് വൈകിട്ട് ഒരു 5-5:45 5:45 നബിദിനമാണ് പിറ്റേ ദിവസം. അപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വരുന്ന തൊട്ടടുത്ത കടയിൽ തന്നെ ഇത്. അപ്പോൾ ഇവിടെ സാധനം മേടിക്കാൻ വേണ്ടി ഒന്ന് സാധനം വാങ്ങി റോഡിൽ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് വണ്ടി കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. വണ്ടി കാണാൻ പറ്റാത്ത ഒരു സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. വന്ന ഒരു ഒറ്റ ഇടിയായിരുന്നു. വണ്ടി അവിടുന്ന് ഇടിച്ച് പിന്നെ ഒരു ഇത്രയും മീറ്റർ കഴിഞ്ഞിട്ടാണ് വണ്ടി ആ ഡിയോ ബൈക്ക് നിന്ന് പിന്നെ നമ്മൾ ഹോസ്പിറ്റലൈസിൽ കൊണ്ടുപോയി. അവർ ആ വണ്ടി അവിടെ നിർത്തി അവൻ റിവേഴ്സ് എടുത്തിട്ട് പിന്നെ അതിനകത്ത് ശരീരത്തോടെ ഈ ഒരു ഭാഗത്തോടെ ഇടിച്ച് കയറ്റി വണ്ടി വീല് എടുക്കുന്നില്ല. ഇവൻ റേസ് ചെയ്ത് വീല് കറക്കി അതിഭീകരമായിട്ട് വണ്ടി ഒരു നിർത്താതെ ഒറ്റൊരു പോക്കായിരുന്നു പോയത്. വണ്ടി എടുക്കരുതെന്ന് ഇവിടുന്ന് എല്ലാവരും പറയുന്നത്. ഈ ആ ചായക്കടയിൽ നിന്നവരും അവിടെ നിന്നവരും എല്ലാവരും കൂടി പറയും വണ്ടി എടുക്കല്ലേ ആൾ അടിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കാതെ നേരെ പോയി അവിടെ ഒരു വളവ് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു മതിലിടിച്ച് കളഞ്ഞിട്ട് പിന്നെ നേരെ പോയിട്ടൊരു 3 കാറോളം ഇടിച്ച് സൈഡും അതിൻ്റെ മറ്റേ ബോണറ്റും ബമ്പറും എല്ലാം ഇടിച്ച് പിന്നെ നേരെ കൊണ്ടുവന്ന് കാരിക്കൂടെ ഒരു ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കാറ്. ആ ഇക്കാടെ കാലേ കൂടെ തട്ടി നേരെ അങ്ങ് ഒരു ദിശയില്ലാതെ വളരെ അലക്ഷ്യമായിട്ട് വാഹനം ഓടിച്ച് പോവുകയാണ് ചെയ്തത്. ഇവിടെ ഇവർ പിന്നെ കരുനാഗപ്പള്ളി പുതിയ കോടതിയുടെ ഫ്രണ്ടിൽ വെച്ചാൽ അവൾ വണ്ടി ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഇവിടുന്ന് കുറേ പേര് ബൈക്കിൽ പോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന കാറിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുക. അവർ പറയുന്നത് വണ്ടി നിർത്തണ്ട പോന്ന് പറയുകയാണ് ചെയ്തത്. അത് കേൾക്കുകയും അവൻ വണ്ടി എടുക്കുന്നതും ഒരുമിച്ചായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അവർ വണ്ടി എടുക്കാൻ പറഞ്ഞതാണ് ഇവിടുത്തെ സാക്ഷിമൊഴികൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തത്. ഇവിടെ വെച്ചായിരുന്നു ഈ DVS തൊട്ട് വെച്ചു. നമ്മുടെ എൻ്റെ കൊച്ചാപ്പയുടെ വൈഫാണ്. 46 വയസ്സ്. അതോ തൊട്ടപ്പുറത്താണെന്ന് ഞാനത്. അതെ. ഇല്ല. ഞാൻ അജ്മലിന് അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് പരിചയമില്ല. അവൻ്റെ പഴയകാല കേസുകളൊക്കെ നേരത്തെ കേൾക്കുമ്പോഴൊക്കെ അറിയാം.
അതായത് പുള്ളി ഒരു ക്രിമിനൽ മറ്റേ ചന്ദനക്കടത്തും പിന്നെ ചീറ്റിംഗ് കേസും ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴും വാർത്തകളിലൂടെ കേൾക്കുമ്പോഴെല്ലാം അറിയാം. ഈ ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറയുന്നതാണ് ഈ പറയുന്ന വ്യക്തി എവിടെ ഉള്ളതാണെന്നോ അവരെക്കുറിച്ച് പിന്നാണ് അറിഞ്ഞത് ഡോക്ടറാണെന്നും പിന്നെ നെയ്യാറ്റിൻകര സ്വദേശിയാണെന്നും എല്ലാം പിന്നീടാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അറിയുമ്പോഴാണ് അറിയുന്നത്. അത് SI ഷാനവാസ് സാറെല്ലാം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏത് പോലീസ് സ്റ്റേഷൻ? കരുനാഗപ്പള്ളി. ഇത് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ പരിധി വരുന്നത്. നല്ല രീതിയിൽ തന്നെ തുറക്കുന്ന അവസാനം വരെ എല്ലാ കാര്യങ്ങളും. ഇത് ആക്സിഡൻറ്റ് കഴിഞ്ഞൊരു 15 മിനിറ്റോളം ഹോസ്പിറ്റലിൽ എത്തി അവരെ പിടിക്കാനുള്ള സംവിധാനം 3-4 ടീമായിട്ട് എല്ലാം നല്ല വർക്കായിരുന്നു അത്. ഈ വിഷയത്തിൽ പൊതുപ്രവർത്തകരായ ആളുകൾ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ സംഭവം നടന്ന സമയവും ആ സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചു. ഈ വാഹനം ഇടിച്ചതിന് ശേഷം വളരെ സ്പീഡിൽ പോയി നിരവധി ആളുകൾക്ക് വാഹനങ്ങൾ പരിക്കേൽപ്പിച്ചുകൊണ്ട് ആണ് പോയതെന്നും പിന്നീട് നാട്ടുകാരുടെ അന്വേഷണത്തിൽ കൂടിയാണ് ഈ പ്രതികളെ അവർക്ക് പിടികൂടാൻ സാധിച്ചതെന്നും. എന്തായാലും ശാസ്താംകോട്ട പോലീസ് ശക്തമായ രീതിയിൽ FIR ഇട്ട് അന്വേഷണം നടത്തി വരികയാണ്. ആ അന്വേഷണത്തിൽ നാട്ടുകാർ വളരെ തൃപ്തരുമാണ്. പക്ഷേ എനിക്ക് വാർത്ത 24 സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ കേരളത്തിലെ IPS ഉദ്യോഗസ്ഥനായ ശ്രീരാം വെങ്കിട്ടരാമനും അതിൽ സഞ്ചരിച്ച ഒരു യുവതിയുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ടായി. ആ സംഭവത്തിൽ ഒരു മാധ്യമപ്രവർത്തകന്, ബഷീർ എന്ന മാധ്യമപ്രവർത്തകന് ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചത്. പക്ഷേ ഇന്നും ആ ബഷീറിന് കൃത്യമായ നീതി ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ ഈ വിഷയവും മാഞ്ഞു പോകാതിരിക്കാൻ പോലീസ് ശക്തമായ അന്വേഷണം നടത്തണം. ആനൂർക്കാവിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.